ഭരണസമിതി പിരിച്ചുവിട്ടതിന് 10 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും CPM അധികാരത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സഹകരണ തട്ടിപ്പ് അതായിരുന്നു കരുവന്നൂരിൽ നടന്നിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കടക്കം തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുഴുവൻ സീറ്റും CPM തന്നെ നിലനിർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 13 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 13 സീറ്റിലും CPM തന്നെ വിജയം കൈവരിച്ചു, അല്ലെങ്കിൽ ജയം നിലനിർത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൽ 2 സീറ്റുകളിൽ എതിരില്ലാതെ തന്നെ CPM ജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ അംഗങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. BJPയും CPIയും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും UDF ഉന്നയിച്ച കാര്യം, അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് തങ്ങളില്ല എന്ന് UDF നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണമടക്കം തന്നെ UDF വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കരുവന്നൂരിൽ പാർട്ടി വോട്ടുകളാണ് കൂടുതലായിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരിച്ചാൽ CPM തന്നെയാണ് വിജയിക്കുക എന്ന് തങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ മത്സര രംഗത്തേക്ക് ഇല്ല എന്നായിരുന്നു UDF വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ BJPയും CPIയും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 11 സീറ്റുകളിലേക്കായിരുന്നു BJP മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 സീറ്റുകളിൽ എതിരില്ലാതെ തന്നെ CPIM അംഗങ്ങൾ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഏകദേശം 3333 വോട്ടുകളാണ് ആകെയുള്ളത്. അതിൽ 1733 വോട്ട്, ആ വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ CPIM വിജയം കൈവരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രകടനമടക്കം തന്നെ വിജയപ്രകടനമടക്കം തന്നെ നടക്കുന്നുണ്ട്, ഈ ബാങ്കിന് മുന്നിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ അംഗങ്ങൾ ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഇത് CPIMന്റെ വിജയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അംഗങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും മുഴുവൻ സീറ്റും കേരളം കണ്ടതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സഹകരണ തട്ടിപ്പ് നടന്നതായിരുന്നു കരുവന്നൂരിൽ. ഈ കരുവന്നൂരിൽ തട്ടിപ്പ് നടന്നപ്പോഴും ഇപ്പോഴും മുഴുവൻ സീറ്റിലും CPIM തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, 10 വർഷങ്ങൾക്ക് ശേഷം നടന്ന കരുവന്നൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM സമ്പൂർണ്ണ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഭരണസമിതിയിൽ 13 LDF അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയാണ്. 10 വർഷങ്ങൾക്കിപ്പുറം തങ്ങൾക്ക് ഭരണം കൈവന്നതിന്റെ വിജയാഹ്ലാദങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വലിയൊരു വിജയാഹ്ലാദത്തിൽ തന്നെയാണ് LDF അംഗങ്ങളുള്ളത്. ഭരണസമിതി ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് കരുവന്നൂർ ബാങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPM സമ്പൂർണ്ണ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.